നമസ്കാരം. കഴിഞ്ഞ ആഴ്ച മലയാളം എക്സ്പ്രസ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഭായിമാരിൽ പലരും ബംഗ്ലാദേശികൾ. ഇവരെ കേന്ദ്ര സർക്കാർ നാടുകടത്തി. ഇവർക്ക് ഇനി കേരളത്തിൽ തിരികെ വരാൻ കഴിയില്ല എന്നായിരുന്നു സ്റ്റോറി. അതിഥി തൊഴിലാളികൾ മടങ്ങി വരാത്തതിനെ തുടർന്ന് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ഇവിടെ കെട്ടിട നിർമ്മാണ മേഖല സ്തംഭിച്ചു, ലോട്ടറി മേഖല സ്തംഭിച്ചു, ഹോട്ടൽ മേഖല സ്തംഭിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ നൽകിയത്. എന്നാൽ മലയാളം എക്സ്പ്രസ് കേരളത്തിൽ തമ്പടിച്ച അതിഥി തൊഴിലാളികളിൽ പലരും ബംഗ്ലാദേശികളായിരുന്നു. SIR കുരുക്കിൽപ്പെട്ടതോടെ ഇവരുടെ പൗരത്വം വെളിയിൽ വരികയും കേന്ദ്ര സർക്കാർ ഇടപെട്ട് ബംഗാളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഇവരെ ബംഗ്ലാദേശിലേക്ക് തന്നെ തിരികെ അയച്ചു എന്ന് പറഞ്ഞാണ് മലയാളം എക്സ്പ്രസ് സ്റ്റോറി ചെയ്തത്. ഈ സ്റ്റോറിക്ക് ബിഗ് ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെ കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പ്, അസം തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നിന്ന് പോയ അതിഥി തൊഴിലാളികളിൽ 3/4 പങ്കും തിരികെ എത്തിയിട്ടില്ല. ഇവരൊക്കെ ബംഗ്ലാദേശികൾ ആയിരുന്നു. എന്തുകൊണ്ട് ഇവർ തിരികെ എത്തിയില്ല? ആരാണ് അവരെ കേരളത്തിൽ എത്തിച്ചത് എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ നിർദ്ദേശത്തെ തുടർന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അന്വേഷണം നടത്തുന്നത്. വ്യാജ പൗരത്വ രേഖകൾ ചമച്ചും രേഖകൾ ഇല്ലാതെയുമാണ് ഇവർ കേരളത്തിൽ തമ്പടിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരത്തെക്കുറിച്ചാണ് കേന്ദ്ര അന്വേഷണം. ബംഗ്ലാദേശി പൗരന്മാർ എത്ര പേർ കേരളത്തിലുണ്ട് എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കേന്ദ്ര ഏജൻസികളുടെ ഗൗരവകരമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ തുടക്കമാവുന്നത്. കേരളത്തിലെ ബംഗ്ലാദേശികളെ ആടപടലം പൊക്കാനാണ് കേന്ദ്ര നീക്കം. വോട്ട് ചെയ്യാൻ മടങ്ങിയെത്താത്തവർ ആരൊക്കെ എന്നുള്ള വിവരവും ഇവർ നൽകിയ ആധാർ കാർഡുമാണ് പരിശോധിക്കുക. ഇവരെ ആരാണ് കേരളത്തിൽ എത്തിച്ചത് എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇവരെ എത്തിക്കുന്ന ലോബികളും ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവരും കുടുങ്ങും. ബംഗ്ലാദേശ് പൗരന്മാർ കേരളത്തിൽ തമ്പടിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിൽ അന്വേഷണം നടത്തുകയോ ബംഗ്ലാദേശികളെ കൊടുക്കാൻ ശ്രമം നടത്തുകയോ ചെയ്തില്ല. എന്നാൽ SIR നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നും നിരവധി ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിലായിട്ടുണ്ട്. മസാജ് പാർലറുകളിൽ ജോലി ചെയ്തിരുന്ന ഒട്ടേറെ യുവതികളും കുടുങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്നും പിടിച്ചെടുത്തത് വ്യാജ ആധാർ കാർഡുകളും മറ്റു രേഖകളുമാണ്. ഇത് സംബന്ധമായ അന്വേഷണമാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചവരിലേക്ക് നേടുന്നത്. അതിഥി തൊഴിലാളികൾ മടങ്ങി വരാത്തത് കെട്ടിട നിർമ്മാണം, ഹോട്ടൽ, ലോട്ടറി മേഖലകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരിൽ പലരും ബംഗ്ലാദേശികളായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവർക്ക് ഒരു ലോബി കേരളത്തിൽ അഭയം നൽകുകയായിരുന്നു. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യത്തിൽ അത് കണക്കിലെടുക്കാതെ മനഃപൂർവ്വം വിവരങ്ങൾ പൂഴ്ത്തുകയാണ് ചിലർ ചെയ്തത്. ഇതാണ് ഇപ്പോൾ വെളിയിൽ വന്നത്. എന്തൊക്കെ നടപടികൾ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.